ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലവൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, അയൺ ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മള. പ്രധാന വാർത്തകൾ. മാതൃഭൂമിയുടെ പത്തനാപുരം ലേഖകൻ ഗോപകുമാറിനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവർ ചികിത്സയിൽ. ഇടനില നിന്ന് പണം വാങ്ങി തിരികെ നൽകാത്തതിന്റെ പേരിൽ വീടിനു നേരെ ആക്രമണം നടത്തിയതായി പരാതി. കറവൂർ സ്വദേശി വേണുഗോപാലിന്റെ വീടിന് നേരെയാണ് ആക്രമണം. പുനലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. 6 വേദികളിലായി 35,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മാതൃഭൂമി ലേഖകനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കുകളോടെ ഇരുവരും ചികിത്സയിലാണ്.
അപകടത്തിൽ പരിക്കേറ്റ മാതൃഭൂമി പത്തനാപുരം ലേഖകൻ ഗോപകുമാർ, സുഹൃത്തുകൂടിയായ പട്ടാഴി വടക്കേക്കരയിൽ നിന്നുള്ള CPM ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV സജീവ് എന്നിവരെ പരിക്കുകളോടെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി 9 മണിയോടെ പട്ടാഴി മാലൂർ ആശുപത്രി ജംഗ്ഷനിലായിരുന്നു സംഭവം. മാതൃഭൂമി ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങിയ ഗോപകുമാർ കുടുംബ സുഹൃത്തു കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും സമീപവാസികൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇരുവരുടെയും കൈകാലുകൾക്കും സജീവിന്റെ മുഖത്തും തലയ്ക്കും പരിക്കേറ്റു. വേഗം കുറച്ചു വരികയായിരുന്ന ബൈക്കിന് പിന്നിലൂടെ എത്തിയ ചുമന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്നും വൈദ്യുതി വിളക്ക് പ്രകാശിക്കാത്തതിനാൽ കാറിന്റെ നമ്പരോ ആൾക്കാരെയോ കാണാൻ കഴിഞ്ഞില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഗോപകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് എന്റെ വീട്, പട്ടാഴി പഞ്ചായത്തിൽ. അപ്പോൾ ആ വീട്ടിലേക്ക് എത്തിക്കാം എന്നുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ബൈക്കിൽ കയറി വെച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ പോകുന്ന സമയത്ത് മാലൂര് PHC സെന്ററിന്റെ സമീപത്ത് ഏകദേശം രാത്രി ഒരു 7:30 ആയി കാണും. എതിരെ വന്ന ഞങ്ങൾ തൊട്ട് പുറകിലായിട്ട് വന്ന ഒരു കാറ് അത് വളരെ വേഗം കുറച്ച് ഞങ്ങളുടെ അടുത്ത് എത്തുകയും പെട്ടെന്ന് ഇടതുവശത്തെ റോഡ് വശം ചേർന്ന് ഇടതുവശത്തൂടെ പോവുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തെത്തിയിട്ട് പെട്ടെന്ന് വലതുവശത്തേക്ക് വണ്ടി തിരിക്കുകയും വണ്ടിയുടെ പിൻഭാഗം വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റോഡിൽ വീണു. പിന്നെ രണ്ടുപേർക്കും മുറിവ് പറ്റി, ചെറിയ പരിക്കുകളൊക്കെ പറ്റി. അപ്പോൾ ഈ വന്ന വണ്ടി ബോധപൂർവ്വം ഇടിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം പിന്നെ അത് ഇടിച്ചതിന് ശേഷം അവരപ്പോഴേ സ്ഥലം വിട്ടു. അമിത വേഗതയിൽ അവർ പട്ടാഴി ഭാഗത്തേക്ക്, കടുവത്തോട് ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീഴ്ചയുടെ ആ ഒരു ആഘാതത്തിൽ പെട്ടെന്ന് ആ വണ്ടി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും വണ്ടി കടന്നുപോയി. അവരെ നിർത്തുകയോ ഒന്നും ഉണ്ടായില്ല. സമീപത്തുള്ള ആളുകൾ എത്തി ഞങ്ങൾ ആസ്പത്രിയിൽ എത്തിക്കുകയാണ്. ഒരു വണ്ടി കടന്നു പോകാൻ മതിയായ സ്ഥലമുണ്ടായിട്ടും ഇടതു ഭാഗത്തെ റോഡിന്റെ അരികോട് ചേർന്ന് വളരെ പതുക്കെ പോകാനും ഞങ്ങളെ വന്ന് ഇടിച്ചതിന്റെ പിന്നെ ഇടിച്ചതിൽ നിന്ന് തന്നെ ഇതിനകത്തെന്തോ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് നിർത്താതെ പോയതിലും സംശയാസ്പദമാണ്. പാതയോരത്തെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് അസമയങ്ങളിൽ അതുവഴി കടന്നുപോയ വാഹനങ്ങളെ പറ്റി അന്വേഷണം നടത്തുമെന്ന് പത്തനാപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. LDF ഭരണത്തിലുള്ള പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിലെ K. ശശിധരൻ നേടി. ക്ഷേമകാര്യം ഒഴിച്ച് ആരോഗ്യ, വിദ്യാഭ്യാസം, വികസനം, ധനകാര്യം എന്നിവ LDFനൊപ്പം നിന്നു. നറുക്കെടുപ്പിലേക്ക് നീങ്ങിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം UDF അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ K. ശശിധരൻ നേടി. സുനിൽകുമാർ, സജികുമാരി സുഗതൻ, R. സുരേഷ് എന്നിവർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. വൈസ് പ്രസിഡന്റ് L. ഗോപിനാഥപിള്ള ചെയർമാനായ ധനകാര്യത്തിൽ ബിൻസി, ലൈസി അലക്സ്, രാജീവ് തേക്കുവിള എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം 3-ാം വാർഡിൽ നിന്നും വിജയിച്ച സുജാതയ്ക്കാണ്. ജെയിംസ് മാത്യു, A. ജോസഫ് എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മുംതാസും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൽ രഞ്ജിത്ത്, ശകുന്തള ചന്ദ്രശേഖരൻ എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇടനില നിന്ന് വാങ്ങിയ പണം തിരികെ നൽകാതിരുന്നതിന്റെ പേരിൽ വീടിനു നേരെ ആക്രമണം. കറവൂർ സ്വദേശി വേണുഗോപാലിന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. പത്തനാപുരം പുന്നല കറവൂർ ശില്പ സദനത്തിൽ വേണുഗോപാലിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ രാത്രി 12 മണിയോടെ സംഘമായി എത്തിയ അക്രമികൾ മാരകായുധങ്ങളുമായി ജനൽ ചില്ലകളും കതകുകളും തകർത്ത ശേഷം പെട്രോൾ ഒഴിച്ച് വീടിന് തീ വയ്ക്കാൻ ശ്രമം നടത്തി. പെട്രോൾ വീടിനകത്തേക്ക് ഒഴിച്ച ശേഷം തീപ്പന്തം അകത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ജനലും മറ്റും തകർന്ന ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഉണർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേണുഗോപാലിന്റെ ഭാര്യ വസന്ത വീട്ടിൽ തയ്യക്കട നടത്തുന്നുണ്ട്. തയ്യലിനായി സൂക്ഷിച്ചിരുന്ന തുണികൾ കത്തിനശിച്ചു. പണമിടപാടിന്റെ പേരിൽ ഇതിനു മുൻപ് വസന്തയെ വാഹനം പിടിച്ചു കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുള്ളതായും കോളേജ് വിദ്യാർത്ഥിനിയായ ഇവരുടെ ഇളയ മകളെ അപമാനിച്ചതായും കുടുംബത്തെ അപകീർത്തിപ്പെടുത്തും വിധം പോസ്റ്ററുകൾ പതിച്ചതായും പറയുന്നു. ഡിസംബർ 30-നകം പണം തിരികെ നൽകിയില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. രാത്രി 12:30 മണി സമയത്ത് പിന്നെ ഗ്ലാസ് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ എണീച്ചത്. അപ്പോൾ ഗ്ലാസ് പൊട്ടിക്കുന്നതെന്ന് അറിയുന്നില്ല. സൗണ്ട് കേട്ടോണ്ട് എണ്ണിച്ച് ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് ഗ്ലാസ് പൊട്ടിയത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഹാളിൽ തന്നെ നിന്നപ്പോഴാണ് തീ കത്തുന്നുണ്ട്. പിന്നെ കഥ തുറന്ന് നോക്കിയപ്പോൾ ബന്ധത്തിനകത്ത് തുണി ചുറ്റി പിന്നെ ഇതുപോലെ സിറ്റൗട്ടിലേക്കുമായിരുന്നു. തയ്യക്കാരിയെ തുണി ഒത്തിരി നാട്ടുകാർ തുണി ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് കിടന്ന് കത്തുമായിരുന്നു. ആ കത്തി പിന്നെ ഞങ്ങൾ വെള്ളം ഒഴിച്ച് അണച്ച് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ രാജു സാറും വേറൊരു സാറും കൂടെ രാത്രി 1:30 ആയപ്പോഴത്തേന് വന്ന് കണ്ടിട്ട് പോയി.
പിന്നെ ഇന്നലെ പോയി മൊഴിയെടുത്തു. ഇന്നലെ അവരിവിടെ വന്ന് മാസം എഴുതി കൊണ്ടുപോയപ്പോഴേ ഈ പന്തം കത്തിച്ച് അതൊക്കെ എടുത്തുകൊണ്ട് പോയത്. ഞാൻ പൈസ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തു. അത് മേടിച്ചത് പലിശ മുതലെല്ലാം ഞാൻ കൊടുത്തതാണ്. ഇനി പലിശ കുറേ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എന്നെ ഒരിക്കൽ ഇതുപോലെ അക്കര റോഡിൽ വെച്ച് വണ്ടി ഇടിച്ച് എന്നെ കൊല്ലാൻ വന്ന് എന്നെ വണ്ടി ഇടിച്ച് കൊന്നിട്ടിട്ട് പോയ ഒരു ആരും ചോദിക്കാനും പറയാനുമില്ല, ചോദിക്കത്തുമില്ല, അവനൊന്നും ചെയ്യത്തുമില്ലെന്ന് പറഞ്ഞു. എൻ്റെ മോളെ അവൻ്റെ അച്ഛനാണെങ്കിൽ വല്ലുണ്ട് ജംഗ്ഷനിൽ വെച്ച് സ്കൂളിൽ പോയിട്ട് വന്ന വഴിക്ക് കയ്യെ പിടിച്ച് നിർത്തി ഒരുപാട് ചീത്തയെല്ലാം പറഞ്ഞു വഴക്കൊല്ലം പറഞ്ഞതാണ്. എനിക്ക് 30-ാം തീയതിക്കകം ഇതുപോലെ പൈസ കൊടുത്തില്ലെങ്കിൽ എനിക്ക് വധഭീഷണിയുണ്ട്. അത് ഞാൻ അന്ന് രാജസാർ വന്നപ്പോൾ രാജസാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഒന്നീ എനിക്ക് കൊടുക്കാനോ മേടിക്കാനോ പറ്റിയില്ലെങ്കിൽ അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇടനില നിന്ന് പലരിൽ നിന്നും പണം കടം വാങ്ങി നൽകിയവർ വിഷമസ്ഥിതിയിലാണ്. പണം വാങ്ങിയവർ കുബേരയുടെയും മറ്റും പേരിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇടനിലക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത്. പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കനത്ത മഴയിൽ കടയ്ക്കലിൽ വെള്ളം കയറി. ബസ് സ്റ്റാൻഡ്, കുട്ടികളുടെ പാർക്ക്, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ കടയ്ക്കൽ ബസ് സ്റ്റാൻഡ്, വിത്തുൽപാദന കേന്ദ്രം, കുട്ടികളുടെ പാർക്ക്, മാർക്കറ്റ് റോഡ്, എറ്റിൻകടവ് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത്. ടൗണിലെ ഓടകൾ നിറഞ്ഞെത്തിയതും പ്രദേശത്തെ തോടുകളിൽ നിന്നും എത്തിയ മഴവെള്ളവും കൃഷിഭവന്റെ പാടത്ത് നിറഞ്ഞ് കൃഷിസ്ഥലം പൂർണ്ണമായും വെള്ളത്തിലായി. മാർക്കറ്റിന് സമീപമുള്ള കുട്ടികളുടെ പാർക്കിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. അശാസ്ത്രീയമായി നിർമ്മിച്ച കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ മഴവെള്ളം നിറഞ്ഞ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ബസ് സ്റ്റാൻഡിൽ നിന്നും മഴവെള്ളം ഒഴുകിപ്പോകാൻ ചെറിയ ഒരു ഓട മാത്രമാണുള്ളത്. ഇത് അടഞ്ഞ് മഴവെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായിട്ടുണ്ട്. മഴവെള്ളപ്പാച്ചിലിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ മതിൽ ഭാഗികമായി തകർന്നു. മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി തടസ്സവും ഗതാഗത തടസ്സവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം കല്ലുംകടവ് പഴയ പാലത്തിലെ കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാലിന്യങ്ങളും കാടും നീക്കം ചെയ്തത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കാടും മാലിന്യങ്ങളും നീക്കം ചെയ്തത്. ഗതാഗതത്തിലേക്കേറിയ വലിയ പാലത്തിലൂടെ കാൽനട യാത്ര ബുദ്ധിമുട്ടാകുന്ന സാഹചര്യത്തിൽ പഴയ പാലത്തിനെയാണ് കാൽനട യാത്രക്കാർ കൂടുതലായി ആശ്രയിച്ചിരുന്നത്. കാട് മൂടി മാലിന്യം നിറഞ്ഞ് കാൽനട യാത്ര ദുസ്സഹമായതിനെ പറ്റി നിരവധി തവണ ചാനൽ ലൈവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മാലിന്യങ്ങളും കാടും നീക്കം ചെയ്ത് പാലം വൃത്തിയാക്കിയതോടെ ശബരിമല തീർത്ഥാടകർക്ക് തോട്ടിലിറങ്ങുന്നതിനും മറ്റും ഇത് സഹായകമാവും. തൊഴിലുറപ്പ് തൊഴിലാളികൾ സൗജന്യമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വെള്ളം കെട്ടിനിന്ന് കൊതുകുണ്ടാകുന്നത് ഒഴിവാക്കാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ശക്തമായിട്ടുണ്ട്. തീർത്ഥാടനത്തിന്റെ ഒരു ഘട്ടം കഴിയാറാവുന്നുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇനി ഇത് വളരെ മുൻകൂർ ആലോചിച്ച് ചെയ്യേണ്ട പ്രവർത്തനമായിരുന്നു. അതിൻ്റെ അകത്ത് ഗവൺമെന്റും കാര്യമായും ഒത്തിരി ശ്രദ്ധയില്ല. അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും അത് ശ്രദ്ധിക്കാനെ കൊണ്ട് ശ്രമിക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇത് പുറകോട്ട് പോകുന്നതിന് കാരണം. ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ മനുഷ്യൻ നടക്കാനൊക്കാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് എന്നും തെളിച്ചിടുകയും വൃത്തിയാക്കുകയും ചെയ്യാതായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ജനത്തിന് പോകാനൊക്കാത്തൊരവസ്ഥ ഉണ്ട്. അത് രാത്രി കാലങ്ങളിലൊക്കെ ഇതിൽ കൂടെ പോകും. ഏഴജന്തുക്കളും മറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി ഏറെ തന്നെ ഇവിടെ എല്ലാം മനുഷ്യൻ വന്ന് കാഷ്ടിച്ച് വയ്ക്കും. ഒരു 10-500 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ഈ ശബരിമല തീർത്ഥാടകർ വന്ന് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. തെന്മലയിൽ രാഷ്ട്രീയത്തിന്റെ മറവിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും ഇടത് യുവജന സംഘടനാ പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഇക്കഴിഞ്ഞ ദിവസം തെന്മലയിൽ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റും ഇടത് യുവജന സംഘടനകളുടെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ 3 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. കോൺഗ്രസ് തെന്മല വാർഡ് പ്രസിഡന്റ് രതീഷ് ജി, AYF പ്രവർത്തകൻ പ്രജി എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. പ്രജിയുടെ ബന്ധു അരുൺ ബാബുവിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് മാരകമായി പരിക്കേറ്റ അരുൺ ബാബുവിനെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രതീഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും താടിയലിന് പരിക്കേറ്റ പ്രജിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSP CPM പ്രവർത്തകർ തമ്മിൽ തെന്മലയിൽ സംഘർഷത്തിലേർപ്പെട്ട വേളയിൽ ഇതേ ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായതായും പറയപ്പെടുന്നു. സംഭവത്തിൽ തെന്മല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവത്തിനു പിന്നിൽ രാഷ്ട്രീയമല്ലെന്നും വ്യക്തിവൈരാഗ്യമാണെന്നും സംഘർഷത്തിൽ ഏർപ്പെട്ടവരെല്ലാം മുൻപും പല കേസുകളിൽ പെട്ടിട്ടുള്ളവരാണെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒപ്പം അക്രമ സംഭവത്തിൽ പ്രദേശവാസികൾ നടുക്കത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുടുസുമുറിയിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 5 വർഷമായി നീളുന്ന നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പോലും പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ സമയത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കരാർ നൽകിയത്. എന്നാൽ ആദ്യഘട്ട നിർമ്മാണം മുതൽ തന്നെ അപാകത ആരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വന്നതോടെ കരാറുകാരൻ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. 2 നിലകളോടുകൂടിയ ബഹുനില കെട്ടിടത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. 45 ലക്ഷം രൂപയുടെ 1ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയപ്പോൾ തന്നെ നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുടുസുമുറികളിലാണ് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം. പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ്. മദ്യപ സംഘത്തിന്റെ ശല്യത്താൽ സ്ത്രീകളടക്കമുള്ളവർക്ക് ഇതുവഴി നടന്നു പോകാൻ പോലും കഴിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഓഫീസും അതുപോലെ തന്നെ അനുബന്ധമായി ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം പണിയുന്നതിന് വേണ്ടി ഏതാണ്ട് 5 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാണ് ഇന്ന് ഈ അസ്ഥിപഞ്ജരം പോലെ കിടക്കുന്നത്. 45 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് അന്ന് 2 നിലയ്ക്ക് പണി പൂർത്തീകരിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. നമ്മുടെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഏതാണ്ട് കുടിസ് മുറികൾ. പ്രസിഡന്റ് ഇരുന്ന അതിനകത്ത് മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല, വൈസ് പ്രസിഡന്റ് ഇരുന്ന അതിനകത്ത് പറ്റത്തില്ല. അത്തരത്തിലുള്ള സംവിധാനമുള്ള ഒരു പഞ്ചായത്തിന്റെ ഓഫീസിനായി നിർമ്മിച്ച കെട്ടിടമാണ് ഇന്ന് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. ഇന്ന് ഈ കെട്ടിടം അസ്ഥിപഞ്ജരം പോലെ കിടക്കുന്ന ഈ കെട്ടിടം ഇന്ന് വാഹനങ്ങൾ ആൾക്കാർക്ക് പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സാമൂഹിക വിരുദ്ധർക്ക് വൈകിട്ട് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മദ്യപിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സങ്കേതമായി മാറിയിരിക്കുകയാണ്. ഈ ബിൽഡിംഗാണ് ഇന്ന് ഇവിടുത്തെ മൂത്രപ്പുരയായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ പഞ്ചായത്ത് വരുന്ന 1-ാം തീയതി അധികാരം ഏൽക്കുകയാണ്. സ്വാഭാവികമായും അവർ അടിയന്തരമായി ഈ കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാഹനങ്ങളിൽ അനൗൺസ്മെന്റിന് അമിത ശബ്ദം ഉപയോഗിക്കുന്നതായി ആക്ഷേപം. പരാതിയുമായി അസോസിയേഷൻ രംഗത്ത്.
വാഹനങ്ങളിൽ അനൗൺസ്മെന്റിന് 2 ബോക്സുകൾ മാത്രം ഉപയോഗിക്കണമെന്ന് അസോസിയേഷനും പോലീസും സംയുക്തമായി എടുത്ത തീരുമാനം ലംഘിച്ചതായാണ് ഇവർ ആരോപിക്കുന്നത്. നിലമേലിൽ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിന്റെ അനൗൺസ്മെന്റ് വാഹനത്തിൽ 4 ബോക്സുകൾ ഉപയോഗിച്ച് അമിതമായ ശബ്ദത്തിൽ പ്രവർത്തിപ്പിച്ചതാണ് പരാതിക്ക് ഇടയാക്കിയത്. ഡിവൈഎസ്പി, സിഐ തുടങ്ങിയവരുമായി നടത്തിയ ചർച്ചയിലെടുത്ത തീരുമാനം ചിലർ ലംഘിക്കുന്നത് ചൂണ്ടിക്കാട്ടി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. 2ലധികം ബോക്സുകൾ വെച്ച് പ്രചരണം നടത്തി. ഇതിൻ്റെ തീരുമാനം ഞങ്ങൾ സർക്കിളും ഡിവൈഎസ്പിയും ഞങ്ങളുടെ അസോസിയേഷനും എല്ലാം കൂടെ തീരുമാനിച്ചത് 2 ബോക്സിൽ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പരാതികൾ പലതവണ കൊടുത്തിട്ടും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഡിവൈഎസ്പി കൊടുത്തു, സർക്കിളിന് കൊടുത്തു, ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇതുവരെയും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഒരു നിയമ നടപടികൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കുന്നതുവരെ ഞങ്ങൾ അതിൻ്റെ പിന്നിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെമ്മന്തൂർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. 5-ന് കലോത്സവം സമാപിക്കും. പുനലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെമ്മന്തൂരിൽ സംഘടിപ്പിച്ചു. ചെമ്മന്തൂർ HS ആണ് കലോത്സവ നഗരി. 2 മുതൽ 5 വരെ തീയതികളാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ നിർവഹിച്ചു. വാർഡ് കൌൺസിലർ സാറാമ തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡിന് അർഹനായ ബിജു സി തോമസിനെയും മികച്ച സ്കൂൾ PTA-ക്കുള്ള അവാർഡ് നേടിയ തൊളിക്കോട് LPS PTA-യും ആദരിച്ചു. AEO R. ഉണ്ണികൃഷ്ണൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, താലൂക്ക് സമാജം സ്കൂൾ മാനേജർ N. മഹേശൻ, ബിജു K. തോമസ്, കൌൺസിലർ G. ജയപ്രകാശ്, TA ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. LP, UP, HS, HSS, VHSS വിഭാഗങ്ങളിലായി 3500-ലധികം കലാപ്രതിഭകൾ 6 വേദികളിലായി മാറ്റുരയ്ക്കും. വേദി 1-ൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം. വേദി 2-ൽ ലളിത സംഗീതം, സംഘഗാനം. വേദി 3-ൽ മൃദംഗം, വയലിൻ, വീണ, ഗിത്താർ, തബല, ട്രിപ്പിൾ ജാസ്, വൃന്ദവാദ്യം. വേദി 4-ൽ ഗദ്യപാരായണം, പദ്യം ചൊല്ലൽ, അക്ഷരശ്ലോകം. വേദി 5-ൽ കഥ പറയൽ, അറബി ഗാനം, പ്രസംഗ മത്സരം. വേദി 6-ൽ പദ്യം ചൊല്ലൽ, പ്രസംഗം എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്. നാരായണ വാരാണസി പുരപതി ഭജ വിശ്വനാഥം സോമശേഖര സുകുമാര സോമശേഖര സുകുമാര മഞ്ഞിന്റെ പൂണ്ടുകൾ എവനികയാക്കിയ കാമുക പാവങ്ങൾ അത്രമേലെന്നും നിലാവിനെ സ്നേഹിച്ചു രഞ്ജിതൾ പൂവിനു മൗനം മാവിന്റെ ചില്ലയിൽ തുള്ളിച്ചിരിക്കുന്ന പൂവാലനണ്ണാനെ നെല്ല താഴോട്ടെനിക്കൊരു ചക്കരമപഴം തായോന്നരുമയായി കൊഞ്ചുന്നു. चित्रा ने अर्जुन को पाया, जिससे मिली भवानी थी, खूब लड़ी मर्दानी, वो तो झांसी वाली रानी थी. उदित हुआ सौभाग्य, उदित महलों में उजियाली छाए, किंतु कालगली चुपके चुपके काली खड़ा फैलाए. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. ബൈക്ക് മോഷ്ടാവിനെ തെളിവെടുപ്പിനായി അഞ്ചൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വർക്കല സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇടമുളയ്ക്കൽ സ്വദേശി കിസാം ദേവദാസിന്റെ ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് വർക്കല മേലേവെട്ടൂർ പുതുവൽ പുത്തൻ വീട്ടിൽ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. പ്രതി കുറ്റം സമ്മതിക്കുകയും തൊണ്ടി സാധനമായ ബൈക്ക് കണ്ടെടുക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചതായി അഞ്ചൽ പോലീസ് അറിയിച്ചു. തൊണ്ടി സാധനമായ ബൈക്ക് കണ്ടെടുക്കാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായതായി അഞ്ചൽ സബ് ഇൻസ്പെക്ടർ S സതീഷ് കുമാറും അറിയിച്ചിട്ടുണ്ട്. ഒരു കടയുടെ സൈഡിൽ വെച്ചിരുന്ന തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള കിസാം ദേവദാസനായുള്ള ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട പ്രതി എന്ന് പറഞ്ഞ വർക്കല സ്വദേശിയാണ്. അയാൾ നിരവധി മോഷണ കേസുകൾ പ്രതിയാണ്. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ നിരവധി കേസുകളായിട്ട് അറിയാനുണ്ട്. ഈസ്റ്റ് പോലീസാണ് പുതിയ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പുതിയ കസ്റ്റഡിയിൽ വാങ്ങി സംഭവത്തിലെത്തുന്ന ബൈക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV വിഷന്റെ കേബിൾ ലൈൻ മുറിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുറ്റക്കാരെ ഉടൻ പിടികൂടുമെന്നും അഞ്ചൽ SI S സതീഷ് കുമാർ അറിയിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതികളെക്കുറിച്ച് മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ പ്രാദേശിക ചാനൽ റിപ്പോർട്ടർ ക്യാമറയിൽ പകർത്തി ADV ചാനലിലൂടെ സംപ്രേഷണം ചെയ്തതിനു പിന്നാലെ ADV വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റുകയും റിപ്പോർട്ടറെ ബാധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെതിരെ അഞ്ചൽ പോലീസിൽ ചാനൽ ഉടമസ്ഥൻ ചന്ദ്രബാബു സമർപ്പിച്ച പരാതിയിന്മേൽ അന്വേഷണം ശക്തമാക്കിയതായും കുറ്റക്കാരെ ഉടൻ പിടികൂടുമെന്നും അഞ്ചൽ സബ് ഇൻസ്പെക്ടർ S സതീഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ADV ചാനലിന്റെ കേബിൾ നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് ഞാൻ പോയിരുന്നു. കേബിൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാതൃഭൂമിയുടെ പത്തനാപുരം ലേഖകൻ ഗോപകുമാറിനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും കാറിടിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവർ ചികിത്സയിൽ. ഇടനില നിന്ന് പണം വാങ്ങി തിരികെ നൽകാത്തതിന്റെ പേരിൽ വീടിനു നേരെ ആക്രമണം നടത്തിയതായി പരാതി. കറവൂർ സ്വദേശി വേണുഗോപാലിന്റെ വീടിന് നേരെയാണ് ആക്രമണം. പുനലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. 6 വേദികളിലായി 35,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.